ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുവാനാണ്. ഒളിമ്പസിന്റെ സ്വാധ്യായത്തില് സുസ്ഥിര ജീവന പാഠങ്ങൾ, സുസ്ഥിര ജീവന ഘടകങ്ങൾ എന്ന 4ാമത്തെ പാഠത്തില് 5ാമത്തെ അധ്യായമാണെന്ന് മനുഷ്യന്റെ സാമ്പത്തിക പരിസ്ഥിതി എന്നുള്ളതാണ് അതിലെ വിഷയം. സാധാരണ രീതിയിൽ നമ്മളൊരു വിഷയത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടാണ് പോകുന്നത്. ഇപ്പോ ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ 5 മാനങ്ങൾ അല്ലെങ്കിൽ 5 തലങ്ങൾ, 5 വസ്തുതകൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വിശദീകരിക്കുക. അങ്ങനെ പറയാൻ പറ്റാത്തൊരു ഏരിയയാണ് ഈ സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നത്. കേട്ടുപോകുമ്പോൾ അത് മനസ്സിലായി വരും. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: human economic environment varies according to his perspective on needs and the cultural system he follows. എന്താണ് മനുഷ്യന്റെ സാമ്പത്തിക പരിസ്ഥിതി? ജീവിതത്തിന് ആവശ്യമായ സന്ധാരണ ഘടകങ്ങളുടെ പശ്ചാത്തലമാണ് സാമ്പത്തിക പരിസ്ഥിതി. സന്ധാരണത്തിനായി ആശ്രയിക്കുന്ന ജൈവ വൈവിധ്യത്തോടുള്ള മനുഷ്യന്റെ വീക്ഷണ സമീപനങ്ങൾ ഓരോ സംസ്കാര കാലഘട്ടത്തിലും വികസിച്ചു വന്നിരുന്നു. മനുഷ്യ സംസ്കാരത്തിന്റെ പ്രാകൃത അവസ്ഥയിൽ വായു, വെള്ളം, ഭക്ഷണം എന്നിവയുടെ സന്ധാരണത്തെയും, ഗോത്രാവസ്ഥയിൽ വസ്ത്രം, പാർപ്പിടം എന്നിവയുടെ ഉപയോഗത്തെയും, ഗ്രാമാവസ്ഥയിൽ കൃഷി, വ്യവസായം, യന്ത്രങ്ങൾ എന്നിവയുടെ ഉൽപാദന വിതരണത്തെയും, നഗരാവസ്ഥയിൽ പണം, സേവനം, വേതനം എന്നിവയുടെ മൂല്യത്തെയും, അധിനിവേശാവസ്ഥയിൽ വാണിജ്യം, മതം, അധികാരം എന്നിവയിലൂടെയുള്ള ധനാർജവത്തെയും, ആധുനികാവസ്ഥയിൽ ഉൽപാദനശാലകൾ, വാണിജ്യ സഭകൾ എന്നിവയിലൂടെയുള്ള ധനോൽപാദനത്തെയും, അത്യന്താധുനിക അവസ്ഥയിൽ ഉപഭോഗ സംസ്കാരം, രാഷ്ട്രീയം, പരമാധികാരം എന്നിവയിലൂടെയുള്ള ഏകോപിത സേവനത്തെയും അതാത് ഘട്ടങ്ങളിലെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായി കാണുവാനാകും. വിസ്ഫോടനാത്മകമായ ഈ വികാസത്തിൽ കേവല ജീവിയുടെ സുസ്ഥിതി ക്രമമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഏതു കാലത്തും ജീവിത വീക്ഷണ സമീപനങ്ങൾക്കും പിന്തുടരുന്ന ജീവിത വ്യവസ്ഥയ്ക്കും അനുസൃതമായിരിക്കും ഒരു മനുഷ്യന്റെ സാമ്പത്തിക പരിസ്ഥിതി. ഇതാണ് നമ്മൾ സാമ്പത്തിക പരിസ്ഥിതിയെ കുറിച്ച് പറയുന്നത്. നമ്മൾ സംസ്കാരത്തെ കുറിച്ച് പഠിച്ച കാലത്ത് മനുഷ്യകുലം വികസിച്ചു വന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പല ഘട്ടങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വന്നിരുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഇതിനു മുമ്പ് ചിലർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സുസ്ഥിര ജീവനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെടി വെച്ചുണ്ടാക്കാൻ പഠിച്ചാൽ പോരെ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഏതാണ്ടൊരു ഉത്തരം ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അധികകാലത്ത് എല്ലാവർക്കും അറിയാം, പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, സമ്പത്ത് ഉണ്ടാവണം. അപ്പൊ പണമാണ് സമ്പത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോ സമ്പത്ത് എന്ന് പറയുമ്പോ ഈ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന വിഭവങ്ങളുണ്ടല്ലോ, ജീവിതത്തിന് വേണ്ടുന്ന വിഭവങ്ങളെയാണ് നമ്മൾ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു വസ്ത്രം തൽക്കാലത്തേക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. ഒരുപക്ഷെ ഇത് കഴുകിയിടുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഒന്നുകൂടെ വേണ്ടി വരും എന്നുള്ളത് കുറച്ചുകൂടെ വിപുലപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പോ സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച്, അപ്പൊ എന്റെ ഈ കാഴ്ചപ്പാടിനനുസരിച്ച് എനിക്ക് വേണ്ടുന്ന സമ്പത്ത് ഞാൻ കണ്ടെത്തുന്നത് എന്റെ അകത്തു നിന്നല്ല, ഞാൻ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നല്ല, എനിക്ക് ചുറ്റുമുള്ള പരിസരത്തു നിന്നുമാണ്. അപ്പോ എന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ എന്റെ കാലൂന്നി നിൽക്കാനുള്ള ഇടമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഇരിക്കുന്നു എന്നുള്ളത്, അമ്മയുടെ ഗർഭപാത്രം എന്നുള്ളത് നമ്മളെ പൊസിഷൻ ചെയ്തിരിക്കുന്ന സ്ഥലകാല രൂപമാനമാനങ്ങൾ ഭാവഭവങ്ങളുടെ ഒരവസ്ഥ, സ്പേഷ്യൽ ടെമ്പറൽ ആട്രിബ്യൂട്ട്സിന്റെ സ്പേസ് ആണ്. അതാണ് ബാഹ്യപരിസ്ഥിതി നമ്മൾ ഇന്നലെ പഠിച്ചത്. അതിന്റെ അടുത്തതെന്ന് പറയുന്നത്, ഞാൻ ജീവിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് പരിസരത്ത് ഞാൻ എന്തൊക്കെയോ എടുത്ത് എന്നിലേക്ക് നിവേശ്യം ചെയ്ത് അത് എന്നിൽ നിന്നും വെളിയിലേക്ക് കടത്തേണ്ടുന്ന ഒരാവശ്യമുണ്ട്. അപ്പോ എന്നിലൂടെ എന്റെ പരിസരം ഒഴുകുമ്പോഴാണ് ഞാൻ ജീവനുള്ളതായി നിലനിൽക്കുക.
അപ്പോ അതിനുവേണ്ടി വെളിയിൽ നിന്നും അകത്തേക്ക് കടത്തിവിടുന്നത് എന്ത്? ആ കടത്തിവിടുന്നത് എന്തായിരിക്കണം എന്നുള്ളതാണ് കാര്യം. വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്കറിയാം, വായു അകത്തോടെ നിരന്തരം പോകണം, വെള്ളം നമ്മുടെ അകത്തോടെ നിരന്തരം പോകണം, ഭക്ഷണം നമ്മളിലൂടെ പോകേണ്ടി വരും. ഇതാണ് ഒരു ജീവിയുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത്. നമ്മള് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഈ വസ്ത്രവും പാർപ്പിടവും ഇല്ലാതെയാണ് ജീവികൾ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്ന ഇടം പാർപ്പിടമാകുന്നു, അവർ എവിടെ ഒതുക്കിക്കൊടുന്നു അത് അവരുടെ വസ്ത്രമാകുന്നു. അതുകൊണ്ടാണ് മനുഷ്യന്മാരെല്ലാം അങ്ങനെ ജീവിക്കുന്നത് അമ്പരമായിട്ടുള്ളവർ, ദിഗംബരൻ എന്ന് പറയുന്നത്. ദിക്കിനെ, അതായത് അഷ്ടദിക്കുകളാണ് അവരുടെ വസ്ത്രം. അപ്പോ ആ വിധത്തിൽ പ്രാഥമിക ആവശ്യത്തെ കണ്ടിരുന്നവർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങളാണ്. പണ്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകളെ നമ്മൾ പ്രാചീന മനുഷ്യരെന്ന് വിളിക്കും. പ്രാചീന മനുഷ്യരല്ല, പ്രാകൃത മനുഷ്യരെന്ന് വിളിക്കും. അപ്പൊ അതാണ് പ്രാകൃത വ്യവസ്ഥ എന്ന് നമ്മൾ അന്ന് പഠിച്ചത്. അതേ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ട്. അതേ രീതിയിൽ ജീവിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്, പ്രാകൃതാവസ്ഥയിൽ ജീവിക്കുന്നു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വായു, വെള്ളം, ഭക്ഷണം എന്നിവയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജീവസന്ധാരണം നടക്കുന്നു, ആ കടത്തിക്കൊണ്ടുപോകൽ അത് നടക്കും. ഗോത്രം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവർക്ക് വസ്ത്രം, പാർപ്പിടം എന്നുള്ള ഒരു ആവശ്യം കൂടെ വന്നു. കാരണം സാമൂഹ്യമായിട്ട് ജീവിക്കുന്നു, പരിസരത്ത് നിന്നും കാലാവസ്ഥയെ ചെറുക്കേണ്ടതുണ്ട്, മാനം മറക്കേണ്ടതുണ്ട്, വെവ്വേറെയായിട്ട് മാറേണ്ടതുണ്ട്. അപ്പൊ വെവ്വേറെ താമസിക്കണമെങ്കിൽ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന പാർപ്പിടം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോ ഉപയോഗം എന്നുള്ള രീതിയിലേക്ക് മാറി. സന്ധാരണം എന്നുള്ളത് അവനവനിലൂടെ കടത്തിക്കൊണ്ടുപോകലാണ്. ഇതെന്ന് വെച്ചാൽ അതിന്റെ ഉപയോഗമാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. ആ രൂപത്തിലേക്കായി. ഗ്രാമാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഈ കടത്തിക്കൊണ്ടുപോയത് എന്തിനെയാണ്? ശരിക്കും ഉള്ളിലേക്ക് വരുന്നില്ല. ഉള്ളിൽ കൊണ്ടുപോകാനുള്ളതിനെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലാണ്. അവിടെ ഈ വായു, വെള്ളം, ഭക്ഷണം എന്നുള്ളതൊക്കെ അവിടെ കണക്കാക്കപ്പെടുന്നില്ല. അതെല്ലാം ഇങ്ങനെ തനിയെ സംഭവിക്കും. പക്ഷെ അവിടെ ഉണ്ടാക്കി വെച്ചത് പുതിയ ചില സങ്കേതങ്ങളും പുതിയ തത്വങ്ങളെയുമാണ്. കൃഷി എന്ന് വെച്ചാൽ എന്തിനേയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ. വ്യവസായം, കൃഷി തന്നെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളെയാണ് കൃഷി എന്ന് പറയുന്നതെങ്കിൽ ഭക്ഷ്യം അല്ലാത്ത ഭക്ഷ്യവസ്തുക്കളെ അടക്കമുള്ളവയാണ് വ്യവസായം എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സങ്കേതങ്ങൾ, യന്ത്രങ്ങൾ. അപ്പൊ ഈ വിധത്തിലുള്ള ഉൽപാദന വിതരണത്തെയാണ് അവിടെ സമ്പത്തായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത്. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ചരിത്രപരമായ കാലഘട്ടം എന്നുള്ളത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. ആ ഒരു സിസ്റ്റത്തില്, അതായത് ഗ്രാമവ്യവസ്ഥയിൽ കൃഷി, വ്യവസായം, യന്ത്രങ്ങളെ ആണ് നോക്കുന്നതെങ്കിൽ നഗരാവസ്ഥയിൽ പണം, സേവനം, വേതനം എന്നിവയുടെ മൂല്യത്തെയാണ് കണക്കാക്കുന്നത്. സാധനം വേണമെങ്കിൽ ഒരു ഉൽപ്പന്നം വേണം എന്നുള്ള രീതിയിലല്ല അന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉൽപ്പന്നം വാങ്ങാനുള്ള പണം വേണം എന്നുള്ളത്. അപ്പൊ പണം, സേവനം, വേതനം എന്നിവയുടെ മൂല്യത്തെയാണ് നഗരാവസ്ഥയിൽ മനസ്സിലാക്കിയെങ്കിൽ അധിനിവേശ വ്യവസ്ഥ വന്നു കഴിഞ്ഞപ്പോ അവിടെ വാണിജ്യം എന്നുള്ള രീതിയിലായി. കയ്യിലുള്ള സാധനങ്ങള് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് തരിക എന്നുള്ളതിനേക്കാളും ആരുടെങ്കിലും കയ്യിൽ എത്തിച്ചിട്ട് അതിന്റെ ഇടയിൽ നിന്നും വലിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കുള്ള അവസ്ഥ. വാണിജ്യം, മതം, അധികാരം എന്നിവയിലൂടെയുള്ള ധന ആർജവം. ധനം എന്ന് പറയുന്നത് പണമല്ല, പകരം വിഭവങ്ങളാണ്, അധികാരമാണ് എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോ ധന ആർജവത്തെയാണ് അധിനിവേശ വ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. ആധുനികാവസ്ഥയിൽ ഉൽപാദനശാലകൾ, അതായത് ഫാക്ടറികൾ എന്ന് പറയുന്ന ഒരവസ്ഥ, വാണിജ്യ സഭകൾ, ഇപ്പൊ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്, ഇതുപോലുള്ള വാണിജ്യ സഭകൾ എന്നിവരുടെ ധനോൽപാദനം, പണത്തെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. മറ്റേത് ധനം സംഭരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോ ധനം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കായി. അത്യന്താധുനിക വ്യവസ്ഥയിലെത്തി. ഇപ്പൊ നമ്മൾ കാണുന്ന വ്യവസ്ഥയിലേക്ക് എത്തിയപ്പോ ഉപഭോഗ സംസ്കാരം, രാഷ്ട്രീയ പരമാധികാരം എന്നിവരുടെ ഏകോപിത സേവനം എന്ന് പറയുന്നത്. ഏകോപിത സേവനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് കോർപ്പറേറ്റ് സംവിധാനം. കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഏകോപിത സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോർപ്പറേറ്റോക്രസിയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അപ്പോ ഈ ഒരു സീക്വൻസ് മനസ്സിലാക്കുന്ന സമയത്ത് അതാത് ഘട്ടത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് ഇവയെ കാണാം. ഓരോ കാലഘട്ടത്തിലെ ഉള്ള സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് കാണാം. ശരിക്കും ഓരോ കാലഘട്ടമാണോ
പരിണമിച്ചു വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ കാലഘട്ടമാണോ? കാലഘട്ടമല്ല. ഇപ്പോഴും ഗ്രാമ്യ വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രാമ വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ, ആ ഗ്രാമവ്യവസ്ഥയിൽ കൃഷി, വ്യവസായം, യന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല. ഈ സ്വാഭാവികമായിട്ടും ഏകോപിത സേവനത്തിൻ്റെതായിട്ടുള്ള ഉപഭോഗ സംസ്കാരവും രാഷ്ട്രീയവും പരമാധികാരത്തിലേക്കും വിദ്യാഭ്യാസം വഴി നമ്മൾ എത്തിച്ചപ്പോ ഗ്രാമങ്ങളിലും ഇത് കടന്നു വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പോഴും ഗ്രാമ്യതയിൽ ജീവിക്കുന്ന ആളുകൾ, ഗ്രാമ്യ മനോതലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരിപ്പോഴും കൃഷി, വ്യവസായ യന്ത്രങ്ങൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവർ പോകുന്നില്ല, നിർബന്ധിതരാകുന്നുണ്ട്. അവരുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ അവർക്കൊരു കാര്യം സാധിക്കില്ല എന്ന രീതിയിൽ ഈ ഏകോപിത സേവന സംവിധാനം പരമാധികാരത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ആ എക്കണോമിക് സ്റ്റേറ്റ് മാറ്റേണ്ടി വരുന്നുണ്ട്. അപ്പോ ഗ്രാമീണ വ്യവസ്ഥയിലുള്ളവര് ഈ ഒരു അവസ്ഥയിൽ പോയാൽ മതി, പോകേണ്ടതുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. അതേസമയം ഏകോപിത സേവനം നമ്മളെ വഴിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ അപകടം. അപ്പൊ എന്താണെങ്കിലും വിസ്ഫോടകാത്മകമായ ഈ ഒരു വികാസം, ഞാൻ ഈ പറഞ്ഞ ഒരു ക്രമമുണ്ടല്ലോ, ജൈവ വ്യവസ്ഥയുടെ കാര്യം, അതിനുശേഷം പ്രാകൃത വ്യവസ്ഥ, ഗോത്രവ്യവസ്ഥ തുടങ്ങിയ ആ വികാസം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ വികാസം എന്ന് പറയുന്നത് വിസ്ഫോടകാത്മകമാണ്. വിസ്ഫോടനം എന്ന് വെച്ചാൽ എന്താ? ഒരു പടക്കം, നമ്മളിപ്പോ ഇങ്ങനെ ഈ കെട്ടുപടക്കമുണ്ടല്ലോ, മരുന്നൊക്കെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും കയറൊക്കെ കെട്ടി പാക്ക് ചെയ്ത് ടൈറ്റ് ആക്കി വെച്ചിട്ടുള്ള സംഭവം. ഈ സാധനത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ ഈ തീ ഉള്ളിലേക്ക് പടർന്ന് മറ്റേ കരിമരുന്ന് പൊട്ടി അതങ്ങ് തെറിക്കുന്ന സമയത്ത് അതുവരെ കെട്ടുറപ്പുണ്ടായിരുന്നതെല്ലാം വിഘടിച്ച് പൊട്ടിത്തെറിച്ച് പോകലാണ് ഉണ്ടാവുന്നത്. ഇതാണ് വിസ്ഫോടനം എന്ന് പറയുന്നത്. ഒരു വസ്തു ഇല്ലാതായി അതിന്റെ പരിസരത്തേക്ക് വിലയം പ്രാപിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് വിസ്ഫോടനം. ശരിക്കും ആ വസ്തു പിന്നീട് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു ചലനമാണ് വിസ്ഫോടനം. സുസ്ഥിരമാണെങ്കിൽ അത് ഇങ്ങനെ നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെ നമ്മളൊന്ന് വികസിക്കുന്നു, വീണ്ടും കുറയുന്നു, കൂടുന്നു, കുറയുന്നു, ഈ ഒരു അവസ്ഥയിലാണ് പോകുക. അതാണ് ജൈവികതയുടെ ചാക്രികത, അതാണ് സുസ്ഥിരതയുടെ ചാക്രികത. അതല്ല വിസ്ഫോടനം എന്ന് പറയുന്നത്. വിസ്ഫോടനം എന്ന് പറയുന്നത് ആശാത്മകമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു വികാസം എന്ന് പറയുന്നതിന് ഒരു വിസ്ഫോടനാത്മകമായി ഒരു വികാസ ശൈലിയുണ്ട്. ആ വിസ്ഫോടനാത്മകമായ വികാസത്തിൽ കേവല ജീവിയുടെ സുസ്ഥിതി കൃത്യമായി ബാധിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ ഒരു പ്രാചീന സംസ്കൃതിയിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇന്നും പ്രാചീന സംസ്കൃതിയിൽ ജീവിക്കുന്നവരില്ലേ? ഇപ്പോ ആന അല്ലെങ്കിൽ മാന്, കടുവ, പുലി തുടങ്ങിയ ജീവികള് പ്രാകൃത സംസ്കാരത്തിൽ തന്നെയല്ലേ ഇന്നും ജീവിക്കുന്നത്. അവന്റെ ബൗദ്ധികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ബൗദ്ധിക ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഏതാണ്ട് പ്രാചീനാവസ്ഥയിൽ തന്നെ ജീവിച്ചു പോകുന്ന ആളുകൾ കാട്ടിനകത്തില്ലേ? ഒന്ന് വെളിയിലേക്ക് വന്ന് നോക്കൂ. അതുപോലെ തന്നെ ജീവിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമില്ലേ? ഉണ്ട്. അതാണ് റിതം സ്പെക്ട്രം എന്നുള്ള ഒരു സ്വപ്നം നമ്മൾക്ക് മനസ്സിലാക്കിയത്. നമ്മളൊരു കമ്മ്യൂണിറ്റി എടുത്തിട്ട് കോട്ടക്കാവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പെക്ട്രത്തെ കാണാൻ കഴിയും. ഇടതുവശത്ത് നിൽക്കുന്നവർ കൃത്യമായ ബോധതലത്തിൽ ജീവിക്കുന്നവരായിരിക്കും, ബോധം മാത്രമായി ജീവിക്കുന്നവരായിരിക്കും, ബുദ്ധിബാധകമേ അല്ല. അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവസന്ധാരണത്തിന്റെ ഘടകങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, വായു, വെള്ളം, വെളിച്ചം മാത്രമേ ആവശ്യമുള്ളൂ. അവനെ നമ്മൾ വസ്ത്രം ഉടുപ്പിച്ച് ശീലിപ്പിച്ചത് കൊണ്ട്, ഇപ്പൊ ബൗദ്ധികമായി മാന്യമുള്ള ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ അവനെ വസ്ത്രം ഉടുപ്പിച്ച് ശീലിച്ചത് കൊണ്ട് ശീലത്തിന്റെ ഭാഗമായി അവൻ മറ്റൊരു തലത്തിൽ, ഗോത്രതലത്തിൽ ജീവിക്കുന്നു എന്ന് വന്നാലും അവന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ വായു, വെള്ളം, ഭക്ഷണം എന്നിവ മാത്രമാണ്. അവിടെ നിൽക്കുന്ന ഒരാളെ ഈ ഒരു വ്യവസ്ഥയിൽ, അത്യന്താധുനിക വ്യവസ്ഥയുടെ ഏകോപിത സംവിധാനത്തിന്റെ, ഉപഭോഗ സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പരമാധികാരത്തിന്റെയും സ്വാധീനത്താൽ നമ്മൾ പൂട്ടിയിടുകയും അവനുമായിട്ടുള്ള ബന്ധങ്ങളെ വിച്ഛേദിക്കുകയും, ഈ ബ്രേക്ക് ദ ചെയിനിലൂടെ വിച്ഛേദിപ്പിക്കുകയും, അവനെ ചിലർ പേടിപ്പിച്ചതുകൊണ്ട് അവന്റെ അകത്തേക്ക് ചില കാര്യങ്ങൾ കടത്തിവിട്ടിട്ട് നീ എപ്പോൾ സുരക്ഷിതരാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ സത്യത്തിൽ ഇവന്റെ സ്വത്വം വിഘടിക്കുകയാണ് ചെയ്യുന്നത്, വിസ്ഫോടനാത്മകമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അപകടമാണ്. ഈ സാമ്പത്തിക പരിസ്ഥിതി അതിന്റെ വികാസം നൽകുന്ന ഒരു അപകടമാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏത് കാലത്തും ജീവിത വീക്ഷണ സമീപനങ്ങൾക്കും പിന്തുടരുന്ന ജീവിത വ്യവസ്ഥയ്ക്കും അനുസൃതമായിരിക്കും ഒരു മനുഷ്യന്റെ സാമ്പത്തിക പരിസ്ഥിതി. എന്റെ സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തെ എങ്ങനെ വീക്ഷിക്കുന്നു, ഞാൻ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ച്. ഞാൻ മിതജീവിതം നയിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി, മറ്റുള്ളതെല്ലാം ചുറ്റുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം.
പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്റെ ജീവിതത്തെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം മതി, അത് കഴിക്കാനുള്ള ഒരു ചെറിയ പാത്രവും അതുണ്ടാക്കാനുള്ള 1-2 ചെറിയ പാത്രക്കൂട്ടുകളും മതി, എനിക്കിടാൻ 1-2 വസ്ത്രങ്ങൾ മതി, എനിക്ക് കിടക്കാൻ ഒരു ചെറിയ കൂര മതി, അവിടെ കിടക്കാനായിട്ടുള്ള ഒരു ചെറിയ പായം മതി എന്ന് ഞാൻ വിചാരിച്ചാൽ അത് എന്റെ ബേസിക് നീഡ്സിന്റെ തൊട്ടപ്പുറത്തേക്ക് ഗോത്രാവസ്ഥയിൽ വസ്ത്രം പാർപ്പിടം എന്ന് പറയുന്നവയുടെ ഉപയോഗത്തിൽ മാത്രമാണ് നിൽക്കുക. എന്റെ വീടെന്ന് പറയുന്നത് അടുത്ത വീട്ടുകാരനേക്കാളും ഉയർന്നതായിരിക്കണം, അതിനേക്കാളും വലിപ്പമുള്ളതായിരിക്കണം എന്ന ഉപഭോഗ സംസ്കൃതിയുടെ ചിന്തയിലേക്ക് ഞാൻ മാറിയാൽ, എന്റെ വീക്ഷണവും സമീപനവും മാറിയാൽ, പിന്നെ എന്റെ സാമ്പത്തിക പരിസ്ഥിതിയുടെ റിക്വയർമെന്റ് മാറുകയാണ്, എന്റെ സാമ്പത്തിക പരിസ്ഥിതിയുടെ ഡെഫിനിഷൻ മാറുകയാണ്, എന്റെ ജീവിത ശൈലി മാറുകയാണ്. ഇത് മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? നമ്മൾ വിസ്ഫോടനത്തിന്റെ പൊട്ടിത്തെറിച്ച അവസ്ഥയിലേക്ക്, തെറിച്ച് കാണാൻ പറ്റാതായി തീരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അതല്ല, നമ്മൾ ഏറ്റവും മിതമായിട്ടുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത്, സുസ്ഥിരതയുടെ അടുത്ത് നിൽക്കുകയാണ് നമ്മൾ. അപ്പോ നമ്മുടെ ജീവിത വ്യവസ്ഥയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോ പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഗ്രിഡിൽ നിന്നുള്ള ഭക്ഷണ വിതരണം നിന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം മതി, എനിക്ക് പ്രാദേശികമായി കിട്ടുന്ന ഇലയും തൂപ്പും ഒക്കെ മതി എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്നും ബാധിക്കില്ല. അതേസമയം വ്യവസായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കണം എന്ന് വിചാരിക്കുന്ന, ഇവിടെയുള്ളതെല്ലാം വെട്ടിപ്പിടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അങ്ങനെ അടുത്തൊരു ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ കൂട്ടിപ്പോകും. അയാളുടെ സാമ്പത്തിക പരിസ്ഥിതി എന്നേക്കുമായിട്ട് ബ്ലോക്കായിപ്പെടും, അല്ലെങ്കിൽ ബ്ലോക്ക് ആകപ്പെടും. അപ്പോ നമ്മുടെ ഡെഫിനിഷനാണ് നമ്മളെ ജീവിതത്തെ എങ്ങനെ കാണുന്നു, നമ്മളെങ്ങനെ സമീപിക്കുന്നു, നമ്മളെങ്ങനെ പിന്തുടരുന്നു എന്നുള്ളതാണ്. ആ ജീവിത വ്യവസ്ഥയാണ് നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതി തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, ഈ സാമ്പത്തിക പരിസ്ഥിതി എന്നുള്ളത് ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് ഇന്ന കാര്യങ്ങളാണ് വരുന്നത് പറഞ്ഞ് കുറയ്ക്കാൻ കഴിയില്ല. ഇത് ഓരോ നമ്മുടെ ചരിത്രപരമായ വികാസത്തിനനുസരിച്ച്, ബോധപരമായ വികാസത്തിനനുസരിച്ച്, നമ്മൾ ഇന്ന് പിന്തുടരുന്ന ജീവിത വീക്ഷണ സമീപനങ്ങൾക്കനുസരിച്ച് ഇവയുടെ ഘടനയിൽ മാറ്റപ്പെടും. അതിനനുസരിച്ച് ഈ വിസ്ഫോടനാത്മകമായ ഈ വ്യവസ്ഥയിൽ നമ്മുടെ സുസ്ഥിരതയ്ക്ക് ഒരു മാനം വരും. പ്രാചീന വ്യവസ്ഥയിലോ പ്രാകൃത വ്യവസ്ഥയിലോ ജീവിക്കാൻ മനസ്സുകൊണ്ട് സജ്ജമായിട്ടുള്ളവർക്ക് സുസ്ഥിരത സാധ്യമായിരിക്കും. അതല്ല, ഉപഭോഗ സംസ്കൃതിയുടെ ഏകോപിത സേവനത്തെ ആശ്രയിക്കേണ്ട ആളുകൾക്ക് ആ ഏകോപിത സേവനം ഇവിടുത്തെ ബാങ്ക് സെർവർ ഒന്ന് കൂട്ടിത്തുറന്നാൽ നമ്മുടെ ജീവിതം താറുമാറും. നമ്മൾ വീണ്ടും പ്രാകൃത വ്യവസ്ഥയുടെ അനുഭവങ്ങളിലേക്ക് പോകേണ്ടി വരും. മനസ്സുകൊണ്ട് മാറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാനസികമായി നമ്മൾ മരിച്ചുപോകും. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സുസ്ഥിര ജീവനത്തെ മനസ്സിലാക്കേണ്ടത്, സുസ്ഥിര ജീവിതത്തിന്റെ ഘടകങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അറിവിലേക്ക് നിങ്ങളുടെ സത്വര ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് സുസ്ഥിര ജീവന പാഠങ്ങളെ ആഴത്തിൽ പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് സുസ്ഥിര ജീവന സമൂഹത്തിലെ അംഗങ്ങൾക്ക് മുഖ്യത്വം ആകുന്നത് എന്നത് മനസ്സിലാക്കി തന്നുകൊണ്ട് നിർത്തും. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.